എല്ലാവർക്കും നമസ്കാരം. അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 1953 ഫെബ്രുവരിയിലെ ഒരു ആത്മീയ രേഖയിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ശാന്തിയിലേക്കുള്ള ഒരു വ്യക്തമായ വഴികാട്ടി. ശരി, നമുക്ക് ഈ യാത്ര തുടങ്ങാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? പുറത്തുള്ള ലോകം ഒരുപാട് ബഹളം വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു വല്ലാത്ത ദാഹം തോന്നും. ഈ ഒരു അന്വേഷണം അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കം. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ, സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ ഈ ആഴത്തിലുള്ള ആഗ്രഹം മനസ്സിലാക്കുക എന്നതാണ്. ഇതൊരു ബലഹീനതയല്ല കേട്ടോ, മറിച്ച് കൂടുതൽ അർത്ഥമുള്ള ഒന്നിനുവേണ്ടി നമ്മുടെ ആത്മാവ് നടത്തുന്ന ഒരു അന്വേഷണമാണ്. ശാന്തിയുടെ പാതയിലൂടെയുള്ള ഒരു യാത്ര, ശാന്തി പദകി യാത്ര. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പരിശ്രമിക്കുന്നത് ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. ഓർക്കണം, ഇതൊരു ഡെസ്റ്റിനേഷനല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതിനു പകരം ഈ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഈ വിശകലനം നമുക്ക് കൃത്യമായി കാട്ടിത്തരുന്നുണ്ട്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം. പുറത്തുള്ള ലോകം മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഒരു വലിയ കെട്ടിടത്തിന് ഉറപ്പുള്ള അടിത്തറ വേണമെന്നില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലെ ശക്തിയാണ് ശാന്തമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതാണ് ആത്മനിയന്ത്രണത്തിന്റെ പാത. ആത്മീയ പുരോഗതിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണമാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലെ അവ എപ്പോഴും നമ്മളെ പുറം ലോകത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഈ ആകർഷണങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ഊർജം വെറുതെ പാഴായി പോകാതെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടാൻ പറ്റും. ഇതാണ് ഉള്ളിലെ സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ. നോക്കൂ, ഇവിടെ 2 തരം ജീവിതങ്ങളെ താരതമ്യം ചെയ്യുകയാണ്. ഒരു വശത്ത് ഭോഗം, അതായത് വെറും ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം. ഇത് മരീചിക പോലെയാണ്. ഓടിച്ചെന്നാലും നമുക്കൊരിക്കലും തൃപ്തി കിട്ടില്ല. മറുവശത്ത് ലക്ഷ്യം, അതായത് ഒരു ഉയർന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്ന ജീവിതം. നമ്മുടെ ലക്ഷ്യം കേവലം സുഖഭോഗങ്ങളല്ല, അതിലും ആഴത്തിലുള്ളൊരർത്ഥം കണ്ടെത്തലാണ്. ആത്മശുദ്ധിയെന്ന് പറയുമ്പോൾ അത് വെറും നിയന്ത്രണങ്ങളല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഭാരങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണത്. ഒരു മുറി വൃത്തിയാക്കുന്നതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കൂ. വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ചിന്തകളും വിഷമങ്ങളുമൊക്കെ വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്. ആത്മശുദ്ധിസെ ബന്ധൻമുക്തി, അതായത് നമ്മുടെ ഉള്ളം ശുദ്ധമാക്കുന്നതിലൂടെയാണ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചനം സാധ്യമാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ദുശ്ശീലങ്ങളും തെറ്റായ ചിന്തകളുമൊക്കെയാണ് നമ്മളെ കെട്ടിയിടുന്നത്. അതിനെയൊക്കെ ശുദ്ധീകരിക്കുമ്പോൾ ആ കെട്ടുകളെല്ലാം തനിയെ അഴിഞ്ഞുപോകും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തിന്റെ കാതൽ ഇതാണ്. നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ചില ജോലികളുണ്ട്, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അച്ചടക്കത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ശുദ്ധീകരണത്തിലൂടെ മനസ്സിനെ ക്ലീനാക്കുക. ഇത് രണ്ടും ചെയ്താലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മുടെ ഉള്ളിൽ അടിത്തറ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധത്തെ വികസിപ്പിക്കാനുള്ള സമയമാണ്. ഇത് ഞാൻ എന്ന ചെറിയ ചിന്തയിൽ നിന്ന് മാറി ഈ പ്രപഞ്ചവുമായി നമ്മളെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ യാത്ര തുടങ്ങുന്നത് പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ്. ഹം അപ്നി യോർ ദേഖേം, നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാം. ഇത് ആത്മപരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്കെങ്ങനെയാണ് മറ്റുള്ളവരുമായി ശരിയായി ബന്ധപ്പെടാൻ കഴിയുക? നമ്മൾ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാൻ തുടങ്ങുമ്പോൾ ഒരു അത്ഭുതകരമായ സത്യം മനസ്സിലാകും. നമ്മളാരും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുമായും ഈ പ്രപഞ്ചവുമായും നമുക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഈ തിരിച്ചറിവാണ് യഥാർത്ഥ സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവിടം. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. ആത്മീയ യാത്ര പലപ്പോഴും തനിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ ആ ഏകാന്ത യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശക്തിയും അറിവും നമ്മളെ കൂടുതൽ വിശാലമായ ഒന്നിലേക്ക് നയിക്കുന്നു. നമ്മൾ ആ ശക്തിയെ പുറത്തേക്ക് പ്രസരിപ്പിക്കുമ്പോൾ മറ്റുള്ളവരിലും നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. എന്താണ് യഥാർത്ഥ വളർച്ച? അത് നമ്മുടെ പേഴ്സണൽ നേട്ടങ്ങൾ മാത്രമല്ല. നമ്മുടെ വളർച്ച എപ്പോഴാണോ മറ്റുള്ളവരുടെ നല്ലതിനു കൂടി കാരണമാകുന്നത്, അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ശക്തി, വികാസത്തിന്റെ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കും. സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്കുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ? അതിനെ തടസ്സങ്ങളായി കാണരുത്. കഠിനായോംസെ സംഘർഷ് കീജിയെ, പ്രയാസങ്ങളോട് പോരാടുക. ഓരോ വെല്ലുവിളിയും നമ്മുടെ ഉള്ളിലെ ശക്തി പുറത്തുകൊണ്ടുവരാനും നമ്മുടെ ബോധത്തെ വികസിപ്പിക്കാനുമുള്ള ഒരവസരമാണ്. നമ്മുടെ മസിൽസിനെ വർക്കൗട്ട് കൊടുക്കുന്നതുപോലെയാണ് ആത്മാവിന് വെല്ലുവിളികൾ. ഇതുവരെ നമ്മൾ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും ബോധത്തിന്റെ വികാസത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷേ ഈ യാത്രയെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ശക്തമായ ഒരൊറ്റ ഉപകരണം ഏതായിരിക്കും? നമ്മുടെ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. എല്ലാ മാറ്റങ്ങളുടെയും താക്കോല് ഒരിടത്തേയുള്ളൂ.
നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിൽ. ഇതാണ് യഥാർത്ഥ വിപ്ലവം, നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന വിപ്ലവം. ഇതൊരു അതിശക്തമായ പ്രസ്താവനയാണ്. നമ്മൾ എപ്പോഴും ശക്തിക്ക് വേണ്ടി പുറത്തേക്കാണ് നോക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തെ തന്നെ രൂപപ്പെടുത്താൻ കഴിവുള്ള ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, നമ്മുടെ മനസ്സിലാണിരിക്കുന്നത്. വിചാർ കി മഹാൻ ശക്തി. ഈ യാത്രയുടെ മുഴുവൻ സന്ദേശവും ഈ 3 വാക്കുകളിലുണ്ട്. നമ്മുടെ ചിന്തകൾ വെറുതെ വന്നും പോകുന്ന ഒന്നല്ല, അവയ്ക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് ശരിയായി ഉപയോഗിക്കുന്നതിലാണ് ജീവിത വിജയമിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. വളരെ ലളിതമാണ്, എന്നാൽ അത്രയും ശക്തവുമാണ്. നിങ്ങളുടെ ചിന്തകൾ ലോകത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് തീരുമാനിക്കുന്നു. ആ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനം. ആ പ്രവൃത്തികൾ ചേർന്നാണ് നിങ്ങളുടെ ജീവിതമുണ്ടാകുന്നത്. അപ്പോൾ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കമായ നിങ്ങളുടെ ചിന്തകളെയാണ് ആദ്യം മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് സഞ്ചരിച്ച ഈ വഴിയൊന്ന് ചുരുക്കി പറഞ്ഞാലോ? ആദ്യം, ശാന്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തെ അംഗീകരിക്കുന്നു. രണ്ടാമത്, അച്ചടക്കത്തിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും സ്വയം നിയന്ത്രിക്കുന്നു. മൂന്നാമത്, നമ്മുടെ ബോധത്തെ ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഒടുവിൽ, ഏറ്റവും പ്രധാനമായി, നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്താൻ ചിന്തയുടെ മഹത്തായ ശക്തി ഉപയോഗിക്കുന്നു. ഈ യാത്രയുടെ അവസാനം ഈ ഒരു ചോദ്യം മാത്രം: ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്, തിരഞ്ഞെടുപ്പും നിങ്ങളുടേതാണ്. നിങ്ങളുടെ ചിന്തകളാകുന്ന ഈ ഉപകരണം ഉപയോഗിച്ച് ഏതു തരം ലോകം, ഏതു തരം ജീവിതം നിങ്ങൾക്കായി നിർമ്മിക്കാൻ പോകുന്നു?